ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് വണ്ടി. ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി എഫ്സിയുടെ വേർഷൻ 1 നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ ഇന്ന് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഒരു സെക്കൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളും അതുപോലെ വണ്ടിയെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത്ര ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നുമില്ല. ഇപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണ്. OLX വഴിയാണ് നമ്മൾ ഈ വണ്ടി നോക്കിയത്. എന്നിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം അടുത്തായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായി. അവനെയും കൂട്ടിക്കൊണ്ട് നേരെ ആ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അവനറിയാൻ കറക്റ്റ്, അവൻ കോൺടാക്ട് ചെയ്ത് നോക്കിയായിരുന്നു അവരെ. വണ്ടി കംപ്ലൈൻ്റ് ഒന്നുമില്ല, ചെറിയ ചെറിയ എന്തൊക്കെയോ തട്ടുകേടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ളൂ. അപ്പോൾ അതേ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് ഗൈസ്, അവനിവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനെ കയറ്റി കൊണ്ടുപോവാം. മോനുസ്, ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രണ്ട്, അമൽ എന്നാണ് പേര്. ഇവനെ കൊണ്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. കയറ് കയറ് കയറ്. വ്ളോഗാണോ മോനിസ്? എങ്ങോട്ടാണ് പോകണ്ടേ? റൂട്ട് പറയണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതേ നമ്മൾ ഇടക്കുന്നത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളീനെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ വെയിറ്റിംഗ് ആണ്. വണ്ടി വന്നിട്ട് ബാക്കി നമ്മൾ കാണിക്കാം, വണ്ടി ചെക്ക് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ. ഓക്കെ ഗായ്സ്, ദേ പുള്ളിനെ കണ്ടു കിട്ടി. ആ പോകുന്ന വണ്ടിയാണ്. അപ്പം നമുക്ക് ഒരു ഒതുങ്ങിയ സ്ഥലത്തോട്ട് പോകുന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ടെയിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ നോക്കാം എങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് വണ്ടി. ചെറിയ ചെറിയ പരിപാടികൾ വണ്ടിക്കുണ്ട്. നമുക്ക് അപ്പുറത്ത് നിന്ന് മാറി നോക്കാം എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്നേ. ഒരു ഒതുങ്ങിയ സ്ഥലത്തേക്ക് പോയി നിൽക്കാം. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വെച്ചാൽ വണ്ടിയുടെ സ്റ്റമ്പിനൊക്കെ വളവുണ്ടോ, പിന്നെ ചെയ്സ് ബെൻഡുണ്ടോ, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. നമുക്ക് സീറ്റ് ഊരിട്ടൊന്ന് നോക്കാം, വേറെ വല്ല വെൽഡിങ്ങോ കാര്യങ്ങളോ വല്ലതും മറിച്ചിലിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ നോക്കാം. കസ്റ്റമായിട്ട് അതിൻ്റെ ടെയിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ ഊരി നമുക്ക് നോക്കാം. വേറെ വെൽഡിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, സീനൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ കിറ്റൊക്കെ കുറച്ച് ശോകമാണ് ഗൈസ്. നമുക്ക് നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം വേറെ വെൽഡിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ പൊട്ടലുണ്ട്. പിന്നെ അതുപോലെ തേര് ഇതേ കട്ട് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ LED കയറ്റിയിട്ടാണ്. പിന്നെ ഓടിച്ച് നോക്കുമ്പോൾ ഹാൻഡിൽ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ വണ്ടി കുറച്ച് ശോകമാണ്. ഓയിലിൻ്റെ ഇവിടുന്ന് ലീക്ക് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യണം, ഈ അടിയത്തെ നട്ടേന്ന്. ഇപ്പം ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കട്ടെ. ഫ്യൂൽ ഗേജ് കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എടാ അവരെ ഞാൻ ഒന്നുകൂടെ ഓടിച്ചിട്ട് വരാവേ. ഓയിൽ സീല് ലീക്ക് ഉണ്ട് ഗൈസ്, ഓയിൽ സീല് ലീക്ക് ഉണ്ട്. പിന്നെ കോൺസെപ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇത് വെച്ചാൽ സ്റ്റോക്ക് കാർബറേറ്റർ എന്നാണ് അവൻ പറഞ്ഞത്. നമുക്ക് നോക്കാം ഒന്നും കൂടെ. ഗിയർ ഷിഫ്റ്റിങ്ങിനൊന്നും വലിയ സീനില്ല. അപ്പോൾ അവനെയും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിക്കാം. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വണ്ടി അത്ര സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല രീതിയിൽ പണികളുണ്ട്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മോശമാണ്. വണ്ടി ഓടുമ്പോൾ കണ്ടോ ഗൈസ്, ഒരു ചെരിവുണ്ട് വണ്ടിക്ക് ഈ ഹാൻഡിൽ ഈ ഭാഗത്ത്. അപ്പോൾ ഹാൻഡിൽ ബെൻഡിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വണ്ടി ഒരു ചെരിഞ്ഞാണ് ഓടുന്നത്. അപ്പം ഇപ്പോൾ മെയിനായിട്ട് നോക്കേണ്ട വണ്ടിയുടെ പുക വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം.
നമുക്ക് നോക്കാനുള്ളത് വണ്ടി മൊത്തത്തിൽ ചെറിയൊരു ഷോക്കുണ്ട് ഗൈസ്. കാർബറേറ്റർ വെച്ചേക്കുന്നത് എഫ്സിയുടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഇതിൻ്റെ വെച്ചേക്കുന്നതെന്ന്. കാർബറേറ്റർ എഫ്സിയുടെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ മൊത്തത്തിലൊരു ശോകം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമുക്ക് റേസ് ചെയ്ത് നോക്കാം പുക വല്ലതും ഉണ്ടോയെന്ന്. പുകയും കാര്യങ്ങളൊന്നുമില്ല. നല്ലപോലെ നമ്മുടെ വണ്ടി നമ്മൾ റേസ് ചെയ്ത് നോക്കിയാൽ അറിയാം പുകയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടോയെന്ന്. പിന്നെ എൻജിൻ സൈഡിലെ സൗണ്ട് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മെയിനായിട്ട് നമ്മൾ ഈ അടിയിലെ ഓയിൽ ലീക്ക് നോക്കണം. പിന്നെ സ്റ്റമ്പിന് വല്ല വളവോ തിരിവോ ഒക്കെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ ചേസ് ബെൻഡ് മെയിനായിട്ട് നോക്കേണ്ടതാണ്. അതുപോലെ പുക വരുന്നതൊക്കെ ഒരു ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ബോഡിയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. ഇതൊക്കെ ഈ വണ്ടി കുറച്ച് നല്ല രീതിയിൽ ശോകമാണ്. ഉണ്ടോ, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ശോകമാണ്. പിന്നെ ടെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിററില്ല, ഹാൻഡിൽ ബെൻഡ് ഉണ്ട്. പിന്നെ വണ്ടിക്ക് ഒരു സൈഡ് വലിവുണ്ട്. ടയർ ഫ്രണ്ട് ടയർ ഓക്കെയാണ്. ഈ ബാക്ക് ടയർ എനിക്ക് തോന്നുന്നു ഇത് കട്ട ടയറാണ്. ഇത് കട്ട ടയറാണ് ഗൈസ്. കാണാൻ വീടുണ്ട്, ഇവിടുന്ന് പൊളിയുന്നുണ്ടോ? ഇത് കട്ട ടയറാണ്. മൊത്തത്തിൽ വണ്ടി അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാക്കിങ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്തേക്കുന്നത്. കണ്ടോ, എൻജിൻ പാക്കിങ്ങിൻ്റെ അതൊക്കെ വെളിയിൽ കാണാം. എനിക്ക് ഈ വണ്ടി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി അവനോടുള്ള അഭിപ്രായം കൂടെ ചോദിക്കാം. മൊത്തത്തിൽ ഒരു ശോകമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്യൂൽ ഗേജ് കറക്റ്റായിട്ടല്ല കാണിക്കുന്നത്. നമ്മുടെ പെയിൻ്റൊക്കെ ശോകമാണ്. പിന്നെ ലിവർ മറിഞ്ഞു വീണാന്ന് പറഞ്ഞ് ലിവറിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഒടിഞ്ഞു പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ല. വണ്ടി ഓടിയേക്കുന്നത് മീറ്റർ മാറി വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. മാറി വെച്ച മീറ്ററാണ് ഗൈസ്. നമുക്ക് നേരെ അവൻ്റെ അടുത്ത് അല്ല. ഇതുണ്ട്, ഇതൊക്കെ കിക്ക് ത്രോട്ടിൽ വെച്ചേക്കുന്നതൊന്നും അത്ര നല്ലതായിട്ടല്ല. ഈ വണ്ടി ശോകമാണ് ഗൈസ്. ഇതെടുക്കാൻ ഒരു ചാൻസും ഇല്ല. നമുക്ക് പോവാം. സൈഡിലോട്ട് വണ്ടിക്കൊരു പിടുത്തമുണ്ട്. അതെന്താണെന്ന് എനിക്ക് സൈഡിലോട്ടൊരു പിടുത്തമുണ്ട്. ഒരു ചെരിവുണ്ട് വണ്ടിക്ക്. നമ്മുടെ ലാലേട്ടനെ പോലൊരു ചെരിവുണ്ട്, വലത്തോട്ടൊരു ചെരിവുണ്ട്. അപ്പം ഈ വണ്ടി എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം നല്ല രീതിയിൽ ശോകമുണ്ട്. ഇപ്പോൾ ഗായ്സ് നമ്മൾ ആ വണ്ടി എടുത്തില്ല. ഞാൻ പറഞ്ഞ പോലെ നല്ല പണി ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി നമ്മൾ നോക്കിയതേ ഇല്ല. ബോഡിയൊക്കെ അത്യാവശ്യം പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ബാക്ക് ടയർ കട്ട ടയറായിരുന്നു. ഇപ്പം വണ്ടി എടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. നമുക്ക് മുതലാകത്തില്ല. എടുത്തു കഴിഞ്ഞാലും കുറേ പണിയാനുണ്ട്. അപ്പം അടുത്ത വണ്ടി നമ്മൾ എടുക്കുമ്പോൾ കാണിക്കാൻ ഗൈസ്. ഇതൊക്കെയാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ബുക്കും പേപ്പറിൻ്റെ ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു. ഇപ്പോൾ ഫിനാൻസൊക്കെ ഉള്ള വണ്ടി കറക്റ്റ് അടവൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഇത് കാണുമായിരുന്നു. അടവൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലെ സംഭവം ഒട്ടിച്ച് വെക്കും അതിൻ്റെ പുറകിൽ. അതൊക്കെ എല്ലാവരും നോക്കണം. മെയിൻ നമ്മുടെ RC ബുക്ക് ചെയ്ത് അത് ബാക്കി ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം വണ്ടിയുടെ ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. ബുക്കും പേപ്പറും എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ വണ്ടി നല്ല അത്യാവശ്യം പണിയുണ്ട്. അതാണ് പിന്നെ നമ്മൾ വണ്ടി വേണ്ടെന്ന് വെച്ചത്. ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണിക്കാം. വണ്ടി നമ്മൾ ഉടൻ തന്നെ എടുക്കും. മേ ബി നാളത്തെ കഴിഞ്ഞൊക്കെ നമുക്ക് വണ്ടി എടുക്കാം അവന്. അപ്പോഴത്തേനും അടുത്ത നമ്മുടെ വീഡിയോയിൽ നമ്മൾ വണ്ടിയൊക്കെ കാണിക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടാത്തതിന് കാരണം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് നമുക്ക് രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.